എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ നോർമൽ ആയിട്ടുള്ള ഒരു റൂമിനെ ബർത്ത്ഡേ ഡെക്കറേഷൻ റൂമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളത്. ചില കാര്യങ്ങളിൽ എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നെങ്കിലും ഇത് തീം പിടിക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ ഞാൻ ChatGPT-നോട് ചോദിച്ചിട്ടാണ് നല്ലൊരു തീം കണ്ടു. ഡെക്കറേഷൻ്റെ ടൈം ആയപ്പോഴേക്കും ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ഈ കാണുന്ന ഒരു കർട്ടൻ ആയിരുന്നു. സോ ആ കർട്ടനെ മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു ബാക്ക് ഡ്രോപ്പ് ഇവിടെ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു യെല്ലോ കളറിലെ സാരിയാണ്. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഫെയറി ലൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊന്ന് കെട്ടിക്കൊടുക്കും. ഈ ഫെയറി ലൈറ്റ് അധികം പ്രൈസ് ഒന്നുമില്ല. ഇതുണ്ടെങ്കിൽ റൂമിന്റെ ഒരുവിധം ആംബിയൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം എനിക്ക് ഏകദേശം ഒരു ഐഡിയ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതെന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ ലിസ്റ്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ എവിടേക്കാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടൊരു പ്ലാൻ പോലെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് ഒന്നും എനിക്ക് പുറത്തേക്ക് കളയാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. പിന്നെ കട്ടിലും ടേബിളും വന്നതിന് ശേഷം റൂം ഭയങ്കര ചെറുതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ സാധനങ്ങളൊന്നും ഇതിനകത്തേക്ക് നമുക്ക് കയറ്റാനും പറ്റില്ല. കാരണം ഇതിനകത്ത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടേബിൾ ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വന്നാൽ തന്നെ ഒന്നും കൂടി നമ്മുടെ റൂം ഒന്ന് കൺജസ്റ്റഡ് ആവും. അതുകൊണ്ട് റൂമിലേക്ക് വലിയ വലിയ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിക്കാതെ ഡെക്കറേഷൻസ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യും. ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് തീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളറിലാണ് ഹാപ്പി ബർത്ത്ഡേ ഹാങ്ങിങ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ക്യാൻഡിൽസ് നോർമലായിട്ട് പ്ലേസ് ചെയ്യാൻ കുറച്ച് എസ്തെറ്റിക് ആയിട്ട് ചെയ്യണം എന്ന് എനിക്കൊരു ആലോചന ഉണ്ടായിരുന്നു. സോ പിൻട്രസ്റ്റിൽ നോക്കിയപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. സോ അതിനോട് ഏകദേശം നീതി പുലർത്തുന്ന രീതിയിൽ ലോങ് ക്യാൻഡിൽസ് വെക്കാണ്ട് വൈൻ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് ഷോർട്ട് ക്യാൻഡിൽസ്, അതായത് നമ്മുടെ കപ്പ് ക്യാൻഡിൽസ് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഒരു ബിയർ ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചുള്ളിക്കമ്പ് കുടിച്ചിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് അതും ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ടേബിളിലേക്ക് വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഫ്രഷ് ഫ്ലവറിന്റെ വേസ്റ്റ് ആയിരുന്നു. പിന്നെ ആ ഫെയറി ലൈറ്റിലേക്ക് കുറച്ച് പോളറോയിഡ്സ് അതേപോലെ തന്നെ ഹാർട്ട് ഷേപ്പും കട്ട് ചെയ്ത് നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ബാനർ ഞാൻ ആദ്യം കർട്ടനിലേക്കാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ വാൾ പേപ്പേഴ്സ് ഒട്ടിച്ചു കൊടുത്ത ആ ഒരു വോളിലേക്കാണ് ഡബിൾ സൈഡ് യൂസ് ചെയ്തിട്ട് ഞാനിത് സ്റ്റിക്ക് ചെയ്തത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ടേബിൾ ടോപ്പേഴ്സിലേക്ക് വൈൻ ബോട്ടിലിന്റെ മീതെ നമ്മൾ ചെറിയ ക്യാൻഡിൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്ലിറ്റർ ഷീറ്റ്സ് നമ്മൾ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലെയിൻ ബിയർ ബോട്ടിലിന്റെ മീതെയും ക്യാൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലവർ വേസും ടേബിളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ഡെക്കറേഷൻസിൽ ഒട്ടും ഒഴിച്ചുകൂടാത്ത സംഭവമാണ് ബലൂൺ. ഞാൻ ഗോൾഡൻ ആൻഡ് വൈറ്റ് ബലൂൺ ആണ് നമ്മുടെ ബെഡിലേക്ക് വെറുതെ ഇട്ട് കൊടുത്തത്. ഒരു ആർച്ച് പോലെ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ടൈം കിട്ടിയില്ല. പിന്നെ ഒരു ബലൂണിൽ സാറ്റൻ റിബൺ കെട്ടി അതിൽ ഗ്ലിറ്റർ ഷീറ്റ് ഇട്ട് നമ്മൾ ഫാനിലും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ക്യാൻഡിൽസ് കത്തിച്ചപ്പോൾ നമ്മുടെ റൂമിന്റെ ആംബിയൻസ് ടോട്ടലി അങ്ങോട്ട് മാറി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കറേഷൻസ് കുറെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ചെയ്യുമ്പോൾ എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ റിസൾട്ട് വാസ് അമേസിംഗ്. ഈ ഒരു വൈൻ ബോട്ടിൽ ഇങ്ങനെ ക്യാൻഡിൽ വെക്കാന്നുള്ള ഡിസിഷൻ വാസ് വെരി പെർഫെക്റ്റ്. ഇതിനെല്ലാത്തിനും ഉപരി ആർക്കാണോ നമ്മൾ ഈ സർപ്രൈസ് കൊടുക്കുന്നത് അവരിത് കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ആ ഒരു റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയാക്ഷൻ വാസ് പ്രൈസ്ലെസ്. നല്ല കൺജസ്റ്റഡ് ആയിരുന്ന ഒരു കുഞ്ഞു റൂമിനെയാണ് നമ്മൾ ഇതുപോലെ ആംബിയൻസ് ആക്കി എടുത്തത്. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിലും നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡെക്കറേഷന്റെ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇട്ട് റൂം കൺജസ്റ്റഡ് ആക്കാതെ ഉള്ളതിൽ എങ്ങനെ നമുക്ക് നല്ല ആംബിയൻസ് ആക്കി എടുക്കണം എന്നുള്ളതായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു തീമിന്റെ ലുക്ക് എലവേറ്റ് ചെയ്തത് ആ ഒരു ക്യാൻഡിൽസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിമിറ്റഡ് ടൈമിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് ചെയ്തൊരു പരിപാടിയായിരുന്നു. എന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഓരോ സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതിന്റെ വീഡിയോ ഒന്നും ഇതിനകത്തില്ല. പിന്നെ ഞാനത് അറേഞ്ച് ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ലൊരു അടിപൊളി റൂം ആക്കി എടുക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് നല്ലൊരു തീം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ പിൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഡെക്കോസ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യാത്ത ബോട്ടിൽസും സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കോസ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ആൻഡ് ഈ ഒരു ഡെക്കറേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബോട്ടിൽ ക്യാൻഡിൽ വെച്ച് തന്നെയായിരുന്നു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമന്റ് ബിലോ. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.